ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നാം എല്ലാം ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാനീ പറയുന്ന ഒരു കാര്യം അറിയാതെ ക്ഷേത്രത്തിൽ പോയി എത്ര വഴിപാട് ചെയ്താലും അത് വേണ്ട വിധത്തിൽ ഒരു ഫലം ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഞാനീ പറയുന്ന ഒരു കാര്യം ഈ ഒരു മഹാരഹസ്യമാണ് പറഞ്ഞത്. ഇത് അറിഞ്ഞ് നിങ്ങൾ ചെയ്ത് ക്ഷേത്രത്തിൽ പോയാൽ അന്നോട്ട് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. അങ്ങനെയുള്ളൊരു കാര്യമാണ്, മഹാരഹസ്യമാണ്, വളരെ ലളിതമായ കാര്യം, അറിയേണ്ട കാര്യമാണ്. അപ്പം ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ രാവിലെ അത് വീട്ടിൽ ചെയ്തിട്ട് ക്ഷേത്രത്തിൽ പോവുക. നിങ്ങൾ അന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. അല്ലെങ്കിൽ നമ്മൾ എത്ര പോയാലും ഒരു ഫലം കിട്ടാൻ താമസിക്കും. കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലർക്ക് ചിലപ്പം കിട്ടാം, പക്ഷെ കൂടുതലും ഫലം കിട്ടാൻ താമസിക്കും. അപ്പോൾ അത് വീട്ടിലൊരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുക. ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. ഇതാണ് സാഹചര്യം. ഇനിയും വീഡിയോയിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി 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 എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്തിട്ട് ക്ഷേത്രത്തിൽ പോയാൽ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അതായത് രാവിലെ എഴുന്നേറ്റ്, നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുന്ന അന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ചീറനോടെ നിങ്ങൾ ദേവിയെ, ആദിപരാശക്തിയെ പ്രാർത്ഥിക്കണം. അമ്മേ ആദിപരാശക്തി, ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. കുളിച്ചീറനോടെ വസ്ത്രമുടുത്ത് കുളിമുറയെന്ന് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറണം. കുളിമുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണം. അത് കുളിമുറിയിലെ നെഗറ്റീവ് ബാധിക്കാതിരിക്കാനാണ്. ഇപ്പം കുളിമുറയെന്ന് കുളിച്ചീറനോടെ വസ്ത്രം എടുത്ത് അമ്മേ ആദിപരാശക്തി, അവിടുത്തെ പാദങ്ങളിൽ ഞാൻ കൂടി നന്ദി, ശരണം, മഹത്വം. അമ്മേ, എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനകളും ഞാൻ ചെയ്യുന്ന വഴിപാടുകളും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും എല്ലാം എനിക്ക് അതിൽ നിന്ന് ഫലങ്ങൾ കിട്ടണേ, സഫലമാകണേ. അതിൽ നിന്ന് എനിക്ക് അത് ഫലമായി കിട്ടണേ. അമ്മേ, അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു ആദിപരാശക്തി എന്ന് മനസ്സുകൊണ്ട് ദേവിയുടെ പാദങ്ങളെ സ്മരിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. കുളിച്ചീറനോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളൊന്ന് ക്ഷേത്രത്തിൽ പോയി നോക്കുകയും, ഏത് ദേവീക്ഷേത്രത്തിൽ പോയാലും ദേവന്റെ ക്ഷേത്രത്തിൽ പോയാലും എല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു പോവുക. ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചിട്ട് കുളിച്ചീറനോട് അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും ഫലമാകും. നിങ്ങളുടെ എല്ലാ വഴിപാടുകളും ഫലമാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. ഇനി ഇത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാം. ദിവസവും രാവിലെ കുളിച്ചീറനോടെ വസ്ത്രം ഉടുത്ത് കുളിമുറയെന്ന് ഈറനോടെ വേണം വസ്ത്രം ഉടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. അമ്മയെ ആദിപരാശക്തി, അവിടുത്തെ പാദങ്ങളിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. അവിടത്തേക്ക് കോടി നന്ദി, മഹത്വം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഈ ദിവസം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണം, സഹായം ഉണ്ടാകണം. എല്ലാം എനിക്ക് അനുഗ്രഹമായി വരണം, എല്ലാം എനിക്ക് ഫലമായി വരണം. അമ്മയുടെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നു. അമ്മയ്ക്ക് നന്ദി, മഹത്വം എന്ന് അമ്മയുടെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിത്യേനയും ചെയ്യാം. പിന്നെ ഏതൊരു ക്ഷേത്രത്തിൽ പോകുന്ന അന്ന് രാവിലെ ചെയ്തിട്ട് ക്ഷേത്രത്തിൽ പോവുക. കുളിച്ചീറനോടെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഏത് പ്രാർത്ഥനകളും സഫലമാകും. ഞാനിത് ഈ മഹാരഹസ്യം പറഞ്ഞു തരാൻ കാര്യം, ഇപ്പം നമ്മളൊക്കെ ആ ഒരു ശിവപരമ്പരയിൽ നിന്നും വന്നിട്ടുള്ള ആളുകളാണ്. അപ്പം നമ്മൾ എത്രയോ ക്ഷേത്രങ്ങളിൽ പോകുന്നു, എത്രയോ ആളുകളെ കാണുന്നു. അവർ ഒരുപാട് നാളുകളായിട്ട് ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നു. ഫലം കിട്ടുന്നവരുണ്ട്, ചിലർക്ക് ചിലപ്പം താമസിക്കും. അപ്പം ഞാൻ എല്ലാവർക്കും എന്ന് ക്ഷേത്രത്തിൽ പോകുന്ന അന്ന് മുതൽ തന്നെ ഫലങ്ങൾ കിട്ടിത്തുടങ്ങാൻ ഉള്ള ഒരു രഹസ്യം പറഞ്ഞു തരണമെന്ന് തോന്നി. അത് ആദിപരാശക്തിയുടെ രഹസ്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. ഇത് എനിക്ക് യാതൊരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ എനിക്ക് യാതൊന്നിനും വേണ്ടിയല്ല. ഞാനൊരു കാര്യം അങ്ങനല്ല ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും ഗുണമുണ്ടാകണം. ഈ ഓരോ ശ്വാസവും ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് യാതൊന്നിനോടും ആഗ്രഹവും ഒന്നുമില്ല, സ്വാർത്ഥതയില്ല, എന്നെ ഒന്നും ബാധിക്കത്തുമില്ല. എന്നെ എന്നെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. എന്നെ അത് ബാധിക്കത്തില്ല. കാരണം ഞാൻ ശിവനെ ലയിച്ചിരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ പറയുന്നവന് അത് ശുഭമാണെന്ന് നോക്കിക്കോളും. എന്നെയല്ല ശിവനെയാണ് പറയുന്നത്. കാരണം ശ്വാസം ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒന്നും പറയാറുമില്ല, ചെയ്യാറുമില്ല. സത്യസന്ധമായ കാര്യം. അപ്പൊ എത്രയോ ആളുകൾ ക്ഷേത്രങ്ങളിൽ ദിവസവും വരുന്നു. അവർക്കൊക്കെ ആ പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലം കിട്ടട്ടെ എന്ന് കരുതിയാ പറഞ്ഞത്. ആദിപരാശക്തിയുടെ പാദങ്ങളിൽ
കുളിച്ചീറനോടെ ശരണം പ്രാപിച്ചവനെ. അതിൻ്റെ രഹസ്യം എന്നാ നിങ്ങൾക്കറിയാവോ? അറിയത്തില്ലേ? കേട്ടുകൊള്ളുക. ഞാൻ പറയുന്ന കേട്ടുകൊള്ളുക. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ തത് സ്മരണീയം കിങ്കുരുതേ ബ്രഹ്മാദീനപിജ കിങ്കരി ഗുരുതേ. എന്താണെന്നറിയാവോ? ആപത്തുകൾ ആരെ വിളിക്കണം? ദേവിയുടെ ചരണങ്ങളെ, ദേവിയുടെ പാദങ്ങളെ ശരണം പ്രാപിക്കുന്നവൻ ആരോ അവൻ്റെ അവൻ എന്ത് കാര്യമാണോ ദേവിയോട് പറയുന്നത് അതാണ് സ്മരണീയം ചരണയുഗളം. അമ്മയുടെ ചരണയുഗളം സ്മരിക്കുന്നു. നമ്മൾ മനസ്സുകൊണ്ട് പ്രാപിച്ചാൽ മതി, മനസ്സുകൊണ്ട് സ്മരിച്ചാൽ മതി. സ്മരണീയം ചരണയുഗളം അമ്പായ, അമ്മയുടെ ആദിപരാശക്തിയുടെ ആ പാദങ്ങളിൽ ആരാണോ അഭയം പ്രാപിക്കുന്നത് അവനെ തത് സ്മരണീയം, ആ ശരണം പ്രാപിക്കുന്ന ആ നിമിഷം തന്നെ കിങ്കുരുതേ, എന്താണോ അവൻ ആഗ്രഹിക്കുന്നത്, എന്താണോ അവൻ ആവശ്യപ്പെടുന്നത്, കിങ്കുരുതേ ബ്രഹ്മാദീനബി, ബ്രഹ്മാവ് മുതലുള്ള സകല ദേവന്മാരും അവിടെ എല്ലാവരും വരും ദേവിയുടെ മുന്നിൽ. ബ്രഹ്മാവ് മുതലുള്ള സകല ദേവന്മാരും അവന് വശമായി തീരും, അവന് അനുകൂലമായി തീരും. തീരാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ആദിപരാശക്തി എന്ന് പറഞ്ഞാൽ. എല്ലാത്തിനും അൾട്ടിമേറ്റ്, അമ്മയില്ലാതെ ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ രാവിലെ കുളിച്ചീറനോട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു വഴിക്ക് പോയി നോക്കിക്കേ, ഒരു ക്ഷേത്രത്തിൽ പോയി നോക്കിക്കേ, ഒരു ജോലി തുടങ്ങി നോക്കിക്കേ. വിശ്വാസത്തോടെ ചെയ്താൽ അവൻ്റെ ജീവിതം മാറും. നിത്യവും ചെയ്യുക. പിന്നെ നമ്മൾ പരിശ്രമിക്കാനുള്ള നമ്മളോട് പരിശ്രമിക്കുക. ഏറ്റവും ആശ്ചര്യപരമായ കാര്യം, അത്ഭുതകരമായ കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനിയും ദേവിയാണ് എല്ലാം. ആദിപരാശക്തി എന്ന് പറഞ്ഞാൽ അമ്മയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിന്റെ ഉറവിടം അമ്മയാണ്. ഏത് ശൈവസിദ്ധന്മാരായിക്കോട്ടെ, മഹാസിദ്ധന്മാരായിക്കോട്ടെ, യോഗിമാരായിക്കോട്ടെ, ദേവിയുടെ ചരണങ്ങളെ ശരണം പ്രാപിച്ചതിനു ശേഷമേ സിദ്ധിയും യോഗയും എല്ലാം ഉള്ളൂ. ഭഗവാനിലേക്ക് എത്തത്തുള്ളൂ, ശിവനിലേക്ക്. ദേവിയാണെല്ലാം, ദേവിയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതൊരു അറിയാവുന്നവർക്കറിയാം. ദേവിയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അമ്മയില്ലാതെ യാതൊന്നുമില്ല. ഈ പ്രപഞ്ചം ചലിപ്പിക്കുന്ന ശക്തിയാണ് അമ്മ. അതുകൊണ്ടാണ് ദേവിയെ ശക്തി, പ്രകൃതി എന്നൊക്കെ പറയുന്നത്. അമ്മയില്ലാതെ യാതൊന്നുമില്ല. പിന്നെ അമ്മയെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അഹങ്കാരം പാടില്ല, ഞാനെന്ന ഭാവം പാടില്ല. എനിക്ക് അറിവുണ്ട്, എനിക്ക് കഴിവുണ്ട്, ഞാൻ വലിയ സംഭവമാണ് എന്നൊക്കെ ഒരു ചിന്തയിൽ അമ്മയെ വിളിച്ചാൽ ഫലം ഉണ്ടാകണമെന്നില്ല. കാരണം അമ്മ പ്രകൃതിയാണ്. ഇപ്പം ആ അമ്മ നമുക്ക് അനുഭവമാണെങ്കിൽ ഞാനെന്നുള്ള അഹങ്കാരമില്ലാതെ, ഞാനെന്നുള്ള അഭിമാനമില്ലാതെ, ഞാനെന്നുള്ള പൊങ്ങച്ചമില്ലാതെ, മറ്റുള്ളവരെ കുറ്റം പറയാതെ ശുദ്ധമായ മനസ്സോടെ ദേവിയെ വിളിക്കണം. അപ്പോഴാണ് ദേവി പ്രസാദിക്കുന്നത്. അല്ലാതെ വിളിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ രീതിയിൽ വിളിക്കണം. ഇങ്ങനെ ദേവിയാണ് സർവസ്വവും. മന്ത്രങ്ങൾക്ക് ശക്തി നൽകുന്ന ദേവിയാണ്. ദേവിയുടെ അനുഗ്രഹം ഇല്ലാതെ ഒന്നും വർക്കൗട്ട് ആകത്തില്ല, ഒരു സിദ്ധിയും വരത്തില്ല. ദേവിയാണെല്ലാം, അതാദ്യം മനസ്സിലാക്കുക. അമ്മ പാർവതി ദേവി, അമ്മ തന്നെയാണ് ആദിപരാശക്തി. അമ്മയുടെ വിവിധ ഭാവങ്ങൾ ആണ് എല്ലാം. അമ്മയുടെ തന്നെ പല പല ഭാവങ്ങളാണ് എല്ലാ ദേവീ രൂപങ്ങളും. അമ്മ പാർവതീദേവി ആദിപരാശക്തി, അവിടെ നിന്നാണ് എല്ലാം. അതറിയുക. അതറിഞ്ഞ് നിങ്ങളെ ഓരോ ദിവസവും ധന്യമാകും. എല്ലാ പ്രവൃത്തികളും ഫലമാകും. ഒരിക്കലേ ഈ ശിവഭഗവാന്റെ ശിവനെ മാത്രം വിളിക്കുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. ഫ്രിങ്കി മഹർഷി എന്ന് പറയും. പുള്ളി ശിവനെ മാത്രമേ വിളിക്കത്തുള്ളൂ, അമ്മയെ ശ്രദ്ധിക്കത്തില്ല. അപ്പം ശിവനും പാർവതി ദേവിയും കൂടെ വിചാരിച്ചു, ഇങ്ങനെ കാണിക്കുന്നത് തെറ്റായ ഒരു കാര്യം, ഇങ്ങനെ അറിവില്ലായ്മയാണ്. ഇദ്ദേഹത്തിന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തീരുമാനിച്ചു. കാരണം ഭഗവാനും അമ്മയും ഭക്തരെ കൈവിടത്തില്ല, തെറ്റു തിരുത്തും. അപ്പം ഭൃങ്കി മഹർഷിയെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഒരിക്കലും ഭൃങ്കി മഹർഷി വന്നപ്പം ശിവനും പാർവതിയും കൂടി ഇരിക്കുകയാണ്. അപ്പം ഇദ്ദേഹം ശിവനെ മാത്രം വണ്ടിന്റെ രൂപത്തിൽ പ്രദർശനം ചെയ്തു. ശിവനെ മാത്രം, പാർവതിയെ ചെയ്തില്ല. എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ മജ്ജയും മാംസവും എല്ലാം പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് പോയി, അസ്ഥികൂടമായിപ്പോയി. അതായത് ശക്തി ശരീരത്തിൽ നിന്ന്, ദേവിയുടെ അനുഗ്രഹം. ദേവിയില്ലേ പിന്നെ അസ്ഥികൂടമാ. ദേവിയില്ലേ ശിവന് പോലും ചലിക്കാൻ അശക്തനാണ്, ശിവനും അശക്തനാണ്. ദേവിയും ശക്തിയാ, ദേവിയില്ലേ പിന്നെ അശക്തമാണല്ലോ. അപ്പം ദേവി ശിവനും ഒന്ന് തന്നെയാ. ശിവനില്ല, ദേവിയും ശിവനും, ശിവനും ഉള്ളിടത്ത് ദേവിയുണ്ട്, ദേവി ഉള്ളിടത്ത് ശിവനുണ്ട്. ഇവരെ രണ്ടും ഒന്ന് തന്നെയാ. ആ തത്വമാണ് നമ്മൾ അറിയേണ്ടത്. ഇവരെ രണ്ടും രണ്ടായിട്ട് കാണരുത്. ശക്തിയും ശിവനും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഭൃങ്കി മഹർഷി ഭഗവാനോട് സമസ്ത അപരാധം പറഞ്ഞ്
ദേവിയോട് സമസ്ത അപരാധം പറഞ്ഞു. ലാസ്റ്റ് കുങ്കുമ മഹർഷിക്ക് ശരീരം കിട്ടി എന്നുള്ളതാണ്. അപ്പം അന്ന് മുതൽ അദ്ദേഹം നന്നായി എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അദ്ദേഹത്തിന് മനസ്സിലായി ദേവിയും ശിവനും ഒന്നാണ്. അമ്മയെ വിളിക്കണം, അമ്മയെ എല്ലാ അമ്മ തന്നെയാണ്, അമ്മയെ ആദ്യം അമ്മയാണ് വിളിക്കേണ്ടത്. അപ്പൊ അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പാഠമായിരുന്നു. അപ്പൊ അമ്മയുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞു തന്നത്, അമ്മയാണ് എല്ലാം. പിന്നെ ഈ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ, ഇത് വാഗൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ജപിക്കാൻ നല്ലതാണ്. നമ്മളത് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് കഴിഞ്ഞോ ചെയ്യുന്നതിന് മുമ്പോ നമുക്ക് ചെയ്യുന്നില്ല. യാ ദേവി മാതൃരൂപേണ അച്ഛാ അമ്മ, ആ മാതൃരൂപത്തിൽ യാ ദേവി മാതൃരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ, ഇത് രാവിലെ ജപിച്ചാൽ അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടായി വരും. നിങ്ങളെ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും തടുക്കാൻ പറ്റത്തില്ല. ഇനിയും യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ എന്ന് ജപിക്കുക. ശക്തി, നമുക്ക് ശക്തി ഇല്ലാതെ ചലിക്കാൻ പറ്റത്തില്ല. ശക്തി ദേവിയാണ്. അപ്പൊ അമ്മയെ ശക്തി രൂപത്തിൽ പ്രാർത്ഥിക്കുക. രാവിലെ 2-3 തവണ വാഗൊണ്ട് ജപിക്കുക, കിഴക്കോട് തിരിഞ്ഞു നിന്ന്. അവന് ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവും. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഇനി മൂന്നാമത്തെ യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. എല്ലാ പ്രപഞ്ചത്തിലും സമ്പത്തിന്റെ രൂപത്തിൽ ലക്ഷ്മി രൂപത്തിൽ കുടികൊള്ളുന്ന അമ്മയെ ഞാൻ വന്ദിക്കുന്നു, നമസ്കരിക്കുന്നു, നമസ്കരിക്കുന്നു, നമസ്കരിക്കുന്നു. 3 പ്രാവശ്യം നമസ്കരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട്. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട് ഒക്കെ അമ്മ വണങ്ങുന്നു. ഡീപ്പായിട്ട് പോവുക, അതാ അതിന്റെ രഹസ്യം. എല്ലാ രഹസ്യങ്ങളും പറഞ്ഞുതരാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങളുടെ പ്രപഞ്ച നന്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ യാതൊരു സ്വാർത്ഥതയും എനിക്കില്ല. അറിയുന്നവൻ രക്ഷപ്പെടും, അതുകൊണ്ട് പറഞ്ഞു തരിക. 3 നമസ്തസ്യ പറയുന്നത് 1 ശരീരം കൊണ്ട്, 1 നമ്മുടെ ആ മനസ്സുകൊണ്ട്, 3 ആത്മാവ് കൊണ്ട് എന്ന് സങ്കല്പിച്ച് പറഞ്ഞാൽ അൾട്ടിമേറ്റ് അത്. മന്ത്രങ്ങൾ ജപിക്കുന്നതിലും ഒന്നുമല്ല, ജ്ഞാനം, ശരിയായ ജ്ഞാനം. എനിക്ക് ജ്ഞാനമൊന്നുമില്ല കേട്ടോ, അത് നല്ലകാര്യം പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് ഒരറിവുമില്ല. അപ്പം ഇത് മനസ്സിലാക്കി ജപിക്കുക. ലോക നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് എനിക്ക് വേണ്ടി യാതൊരു സാധ്യതയ്ക്കും വേണ്ടിയല്ല കേട്ടോ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഇത് രാവിലെ നിത്യേന ജപിക്കുക ഈ 3 മന്ത്രങ്ങൾ. ഇനി വെള്ളിയാഴ്ചകളിൽ വെള്ള വസ്ത്രം കൊടുത്ത് ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ ഈ മന്ത്രവും ജപിക്കുക നല്ലതാണ്, കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കേട്ടോ. അപ്പം ഞാൻ ഈ ചിലയിടത്തൊക്കെ പലയിടത്തും ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, പല ഓഫീസുകളിലും ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴും ഒക്കെ ഇപ്പം ചില ആളുകൾക്ക് അറിവ് കാണത്തില്ല, അല്ലേ? എല്ലാവർക്കും എല്ലാ കാര്യം അറിയണമെന്നല്ലോ. നമ്മൾ മറ്റൊരാളോട് ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നത്. കാരണം എൻ്റെ ഉള്ളിൽ ഈശ്വരനാ, ആ ഈശ്വരൻ തന്നെയാണ് മറ്റൊരാളുടെ ഉള്ളിലും ഉള്ളത്, ചൈതന്യ രൂപത്തിൽ, ആത്മാവിന്റെ രൂപത്തിൽ. അപ്പം ഞാൻ വലിയവനുമല്ല, മറ്റൊരുത്തക്കാരൻ മോശവുമല്ല, രണ്ടും ഒരുപോലെ ഉള്ളൂ. പിന്നെ ചിലർക്ക് ചില കാര്യങ്ങൾ അറിയത്തില്ല, നമ്മുടെ ആചാരത്തിന്റെ ഭാഗം ചിലർക്ക് അറിയാം. അപ്പം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നത്. ഈ ക്ഷമിക്കാത്തവന്, മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കാത്തവന് ഈശ്വരനെ അറിയുന്നില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അവൻ എത്ര അറിവുണ്ടായാലും എത്രയൊക്കെ നന്മകൾ ചെയ്താലും അവൻ ഈശ്വരനെ അറിയത്തില്ല എന്ന് ഞാൻ പറയും. മറ്റുള്ളവരോട് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് ഈശ്വരന് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, ചില ഓഫീസുകളിൽ ചെല്ലുമ്പം അല്ലെ ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ചില അറിവില്ലായ്മ കൊണ്ട് ചില തെറ്റുകൾ ചെയ്യാം. ചില ഉദ്യോഗസ്ഥന്മാരല്ലെ ചില ആളുകൾ അവരോട് ഷൗട്ട് ചെയ്യുക, അവരോട് ദേഷ്യപ്പെടുക, ന്യായമായിട്ട് കാര്യം പറയാം. അയ്യോ നിങ്ങൾ ചെയ്ത അങ്ങനല്ല ഇങ്ങനെ, അത് പറയാം, തെറ്റ് തിരുത്താം, എൻ്റെ നല്ലത് തന്നെയാണ്. പക്ഷെ അഹങ്കാരത്തോടെ അലറി അവരെ പേടിപ്പിക്കുക. അവരോട് ആര് ചോദിക്കും? അവരോട് കർമ്മം ചോദിക്കും. സത്യസന്ധമായിട്ട് പറഞ്ഞത് കർമ്മം ചോദിക്കും. അവരോട് വേറൊരാൾ ഇതുപോലെ തന്നെ അവരും അനുഭവിക്കേണ്ടി വരും. ഇതിലും മോശമായ അവസ്ഥ ഉറപ്പാണ്. കർമ്മം തിരിച്ചടിക്കും, സത്യമാണ്. ഇതിലും മോശമായ അവസ്ഥയെ അവരെ ആരെങ്കിലും
ഷൗട്ട് ചെയ്യും, അവരുടെ മനസ്സ് വേദനിപ്പിക്കും, തിരിച്ചടിക്കും കർമ്മം, സംശയം വേണ്ട. നമുക്ക് അറിവില്ലാത്തവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. തെറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞ് അവരെ തിരുത്താം, അത് പറഞ്ഞു കൊടുക്കുക, ന്യായമായിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ല അവരോട് ദേഷ്യപ്പെടുക, അവരെ അതൊന്നും പാടില്ല. എനിക്ക് അത് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇത്രയും മനസ്സിൽ പറഞ്ഞാൽ മതി. നീ നേടിയെടുത്തത് നീ അനുഭവിച്ചോടാന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി. അവൻ്റെ കർമ്മം കൊണ്ട് അവൻ വട്ടം കറങ്ങും. പക്ഷെ ഞാനങ്ങനെ ചെയ്യത്തില്ല. നീ നേടിയെടുത്തത് നീ നിന്റെ കർമ്മം നീ ചുവന്നുകൊണ്ട് നടന്നോളം മനസ്സിൽ പറഞ്ഞാൽ മതി. അത് ഏത് അമ്പലത്തിൽ പോയി പിന്നെ വഴിപാട് ചെയ്താൽ ആ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ക്ഷമിക്കും, എല്ലാവരോടും ക്ഷമിക്കും, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് പോലും ക്ഷമിക്കും. പിന്നെ തെറ്റുകൾ തീർച്ചയായിട്ടും ചൂണ്ടിക്കാട്ടണം. ഇപ്പോൾ ഒരു ഓഫീസിൽ ചെന്നു തെറ്റായിട്ട് ചെയ്തു, അതിൽ പറഞ്ഞ് മനസ്സിലാക്കുക, അത് ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക, ദേഷ്യപ്പെടാതെ. തെറ്റുകൾ തിരുത്തണം, അതിൻ്റെ അകത്ത് സംശയമൊന്നും വേണം. പക്ഷേ അഹങ്കാരത്തോടെ ഷൗട്ട് ചെയ്ത് മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയാൽ അവൻ്റെ കർമ്മം അതിനെക്കാട്ടും കഷ്ടമായിട്ട് അവനോട് വേറെ ആരെങ്കിലും പെരുമാറും. അതിനെക്കാട്ടും ദുരിതമായ അവസ്ഥ ആ പെരുമാറുന്നവൻ അനുഭവിക്കും, കർമ്മം തിരിച്ചടിക്കും. ഇത് ഞാൻ പലയിടത്തും ചിലപ്പം കാണാറുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ. അത് ചില ഓഫീസുകളായിരിക്കാം, ചില ക്ഷേത്രങ്ങളായിരിക്കാം, ചിലർക്ക് അറിയത്തില്ല. അവരോട് ക്ഷമിക്കുക. ഈശ്വരൻ ക്ഷമിക്കുമല്ലോ. ആ സ്ത്രീ പോലെ ഇരിക്കുന്ന ഈശ്വരൻ ക്ഷമിക്കുമല്ലോ. പിന്നാണോ? ഈശ്വരൻ ക്ഷമിക്കും. ഈ ക്ഷമയെന്ന് പറയുന്നതാണ് ഈശ്വരൻ്റെ മുന്നേ ഇതൊന്നും ഒരു കാര്യങ്ങളല്ല. നമ്മൾ ക്ഷമിച്ച് അവരോട് ആ തെറ്റുകൾ തിരുത്തി പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അവരോട് ദേഷ്യപ്പെട്ട് അവരുടെ ഭക്തന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് ആ കർമ്മം തിരിച്ചടിക്കും. ഈ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും താഴെ വന്ന സമ്മാനം മേടിക്കത്തുള്ളൂ. അതാരാണേലും കർമ്മം എന്ന് പറഞ്ഞാൽ സത്യമാണ്. ഞാൻ പലപ്പോഴും ശിവോഗത്തിൽ ലയിച്ചിരിക്കുന്ന മനുഷ്യനാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന സത്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ആരോടും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല. എന്നെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാലും ഞാൻ ആ ശിവോഗത്തിലാണ്. എന്നെയല്ല പറയുന്നത്, ഭഗവാൻ നോക്കിക്കോളും. ഞാനൊന്നും മിണ്ടത്തില്ല. ഞാൻ ചുരുക്കത്തേ ഉള്ളൂ. ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളൂ. നമ്മളെന്തിനാ? കാരണം എന്നെയല്ല പറയുന്നത്, നമ്മൾ ഭഗവാനെ ലയിച്ചിരിക്കും. നമ്മൾ സ്വാർത്ഥതയില്ലാതെ ഓരോന്നും ചെയ്യുന്നത്. പക്ഷെ ഞാൻ എല്ലാവരും ക്ഷമിക്കും. എനിക്ക് ആരോടും വിരോധമില്ല. നിങ്ങൾ അതുപോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, വലിയ പദവി ഇരിക്കുന്നവരുണ്ട്, സാധാരണക്കാരുണ്ട്, ഓട്ടോക്കാരുണ്ട്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകാരുണ്ട്. നിങ്ങളുടെ മുന്നിലൊക്കെ ഓരോ ആളുകൾ വരും. ചിലപ്പം അവർ ചില തെറ്റുകൾ കാണിച്ചെന്നിരിക്കാം. നിങ്ങൾ ക്ഷമിച്ച് അവരോട് തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കണം. അത് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം. ക്ഷമിക്കണം, തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഷൗട്ട് ചെയ്യോ, അഹങ്കാരത്തോടെ പെരുമാറോ ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഇത്രയും വീഡിയോയിൽ പറഞ്ഞ ശിവനെ നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് എൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നർത്ഥം. നിങ്ങൾ ശിവനെ അറിഞ്ഞിട്ടില്ലെന്ന് എൻ്റെ അർത്ഥം. നിങ്ങൾ പരമേശ്വരി അറിഞ്ഞിട്ടില്ല എന്ന് എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഈശ്വരനെ അറിയത്തില്ല എന്ന് എൻ്റെ അർത്ഥം. അതാര് ചെയ്താലും നമ്മുടെ വീഡിയോ കാണുന്നവർ തെറ്റുകൾ, ഇപ്പോൾ ഒരു അച്ഛനൊരു തെറ്റ് ചെയ്തു, അച്ഛനോട് ക്ഷമിക്കണം. അമ്മയൊരു തെറ്റ് ചെയ്തു, അമ്മയോട് ക്ഷമിക്കണം. അവിടെയാണ് ഈശ്വരനെ അറിയുന്നത്. അല്ലാതെ എൻ്റെ അച്ഛൻ അത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ ചെയ്തതിനെക്കാട്ടി ബദലായിട്ട് അവരെ ഉപദ്രവിക്കുക ചെയ്യരുത്. കുട്ടികൾ ചിലപ്പം ചില തെറ്റുകൾ ചെയ്യും, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രായമുള്ളവരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുക. പിന്നെ അവരെ പറഞ്ഞ് സ്നേഹത്തോടെ മനസ്സിലാക്കുക. തെറ്റുകൾ ആവർത്തിക്കരുത്, അത് പറഞ്ഞ് സ്നേഹത്തോടെ മനസ്സിലാക്കണം. അതാണ് ശരിക്കും ഈശ്വരനെ അറിയുന്നവർ ചെയ്യുന്നത്. ഈ ശരിക്കും തെറ്റ് ശരിയെന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള ഈ പ്രപഞ്ചത്തിൽ ആത്യന്തികമായിട്ട് നോക്കിയാൽ ഇന്നത്തെ തെറ്റ് നാളത്തെ ശരിയായിരിക്കും, നാളത്തെ ഈ ശരിയും തെറ്റുമൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ആപേക്ഷികമാണ്. മനസ്സിലായില്ലേ? മനുഷ്യൻ ഉണ്ടാക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. അതിനപ്പുറത്ത് ഇതിനൊന്നും വലിയ നിലനിൽപ്പില്ല എന്നുള്ള ഏറ്റവും മനസ്സിലാക്കുക. ജ്ഞാനം, അറിവ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാലകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. അല്ലാതെ ഞാൻ അറിവുള്ളവനാണെന്നോ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നോ ഒന്നും ധരിക്കരുത്. അതെല്ലാം ആപേക്ഷികമാണ്. അതെപ്പോഴും ഓർത്തുകൊള്ളുക. ആ നന്മ, സത്യസന്ധമായി ചെയ്യുന്ന നന്മ, ഒരുത്തൻ്റെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന കാര്യം, അവനെ ആശ്വസിപ്പിക്കുന്ന കാര്യം, അത് ഈശ്വരൻ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കും. വേറൊരാളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുക, അവനല്പം സന്തോഷം കൊടുക്കുക. അപ്പം നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് അങ്ങനെ ഒരു സന്തോഷം കൊടുക്കുമ്പോൾ, അല്ലെ അയാളുടെ തെറ്റുകൾ ക്ഷമിക്കുമ്പോൾ, നിങ്ങളുടെ തെറ്റുകൾ ഈശ്വരൻ നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങളെയും ഈ പ്രപഞ്ചമെല്ലാം താങ്ങി നിർത്തുന്ന ഒരൊറ്റ ശക്തിയാണ്. ഈ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയും ഈശ്വര്യമായ ശക്തി തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ആരും മോശക്കാരൊന്നുമല്ല.
നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനാണ്, നമ്മുടെ എല്ലാ ഉള്ളിലുള്ള ആ ഈശ്വരൻ തന്നെയാണ്. അല്ല ഒരാൾ മികച്ചവൻ, ഒരാൾ മോശക്കാരൻ, ഒരാൾ പണ്ഡിതൻ, ഒരാൾ പാമരൻ. ഈ പാണ്ഡിത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ഇന്നത്തെ ശരി നാളത്തെ തെറ്റാകാം, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. മനഃശുദ്ധിയാണ് പ്രധാനം, നന്മയാണ് പ്രധാനം. മനസ്സിലാകുന്നുണ്ടോ? ആരും വലിയവനുമല്ല ചെറിയവനുമല്ല. ഞാൻ 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 എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ ആരും ഒന്നും അല്ല, എനിക്കൊരു അറിവുമില്ല, ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ്. ഇവിടെ വലിയവനും ചെറിയവനും ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈശ്വരനെ അറിഞ്ഞിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം, കേട്ടോ. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവര് ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തെറ്റ് ചെയ്യരുത്. നിങ്ങൾ ആ ഈശ്വരനെ അറിയണം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന നന്മകൾ ചെയ്യണം. എന്ന് പറഞ്ഞ ഒരാൾ തെറ്റ് ചെയ്താൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, സ്നേഹത്തോടെ. ദേഷ്യപ്പെടുകയോ അഹങ്കാരം പറയുകയൊന്നും ചെയ്യരുത്. തെറ്റുകൾ തിരുത്തണം, സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ക്ഷമിക്കണം. അതൊക്കെ ചെയ്യുമ്പോഴാണ് ഈശ്വരനെ അറിയുന്നത്. ഇതൊക്കെയാണ് ശരിക്കും ഈ അല്ല മന്ത്രങ്ങൾ ജപിക്കുന്ന മാത്രമല്ല പ്രാർത്ഥന, നമ്മുടെ പ്രവൃത്തി ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ പ്രാർത്ഥനകളാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ജീവിതം. ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ച് അതിൻ്റെ അതൊന്നുമില്ല. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം, എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിസ്സാരം ഒരു വീഡിയോ എന്നുള്ളതല്ല, ഈശ്വരനിലേക്കുള്ള യാത്രയാണ്. ഒരുപാട് സോൾസിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ഒരുപാട് നല്ല ആത്മാക്കൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, ഓരോ ശരീരങ്ങളിൽ. അവർക്കൊക്കെ ഒരു ഈശ്വരീയമായ അനുഗ്രഹം ഉണ്ടാകാനും മോക്ഷത്തിലേക്ക് നയിക്കുന്നതുമായതാണ് എൻ്റെ വീഡിയോ. ഭൗതിക സുഖങ്ങൾ മാത്രമല്ല, ഈശ്വരനെ അറിയുന്ന കാര്യങ്ങൾ, ദിവ്യമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മളെ വീഡിയോ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ആ പരമമായ ഈശ്വരനെ അറിയണം. അപ്പൊന്നും അഹങ്കാരം പാടില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. എല്ലാവരും ഒരുപോലെ കാണാവുള്ളൂ. അറിവെന്ന് പറഞ്ഞതല്ല, ഈശ്വരനാ അറിവ്, ഈശ്വരനാ അനുഭവം. ശിവോഹം ശിവ ശിവ.